ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പാവയ്ക്ക മസാല നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാവയ്ക്കനെ ഇതുപോലെ നടുവെ പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവും ആ വൈറ്റ് എല്ലാം എടുത്ത് കളയണം. ഇതുപോലെ കീറിയിട്ട് അകത്തെ സാധനങ്ങളെല്ലാം എടുത്ത് കളയണം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി മസാല നിറയ്ക്കാൻ പോവുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ പുറത്തെ മുള്ളു പോലെയുള്ളത് ചെത്തിക്കളയാം. ഞാനത് കളയുന്നില്ല. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടത് ചുവന്ന മുളക്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, നിലക്കടല കുറച്ചധികം വേണം, തക്കാളി. ഒരു പാൻ അടുപ്പേ വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുകിടുക, സവോള ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റുക. മസാല എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ്, ചെറിയ ജീരകം ഇവ ഇട്ട് കൊടുക്കുക. കറിവേപ്പില, ക്രഷ് ചെയ്തെടുത്ത മസാലക്കൂട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുനുകുന അരിഞ്ഞ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. മസാല നിറച്ച പാവയ്ക്ക ഒരു നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എണ്ണ കയറും. അതുകൊണ്ടാണ്. ഇനി ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ പാവയ്ക്കയെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കടലമാവിൽ മുക്കി വറുത്തെടുക്കാം. നമ്മുടെ പാവയ്ക്ക മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർ നല്ല സന്തോഷത്തോടെ കഴിച്ചോളും. താങ്ക് യു.